ഞാൻ എൻ്റെ ജീവിതത്തിൽ സിഹർ ബാത്തിലാകാൻ വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. ശൈത്വാനിൻ്റെ പൈശാചിക പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി എത്രയോ അമലുകൾ സ്വന്തമായും മറ്റുള്ളവരുടെ അടുക്കൽ പോയി, സയ്യിദന്മാരുടെ അടുക്കൽ, ആലിമീങ്ങളുടെ അടുക്കൽ, ഇനി പോകാത്ത സ്ഥലമില്ല ഉസ്താദെ, അത്രയും അധികം സ്ഥലങ്ങളിൽ പോയി അവർ പറയുന്നതൊക്കെ കൃത്യമായി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഉസ്താദ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല, എൻ്റെ പ്രയാസങ്ങൾക്ക് ഒരു രക്ഷ ലഭിക്കാൻ അതൊന്നും ഒരു കാരണമായിട്ടില്ല. എന്താണ് ഉസ്താദെ ഇതിങ്ങനെ, ഞാനിനി ഇങ്ങനെ തന്നെ ആവുമോ, എനിക്കിനി രക്ഷ ലഭിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നാം ചെയ്യുന്ന അമലുകൾ അല്ലെങ്കിൽ നാം ഇവിടെ നിന്ന് പറയുന്ന ഓരോ അമലുകളും അത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നിങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പറയാതെ, ആ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും, നിങ്ങൾ ഏത് വലിയ ആലിമിന്റെ അടുക്കൽ പോയി, തങ്ങന്മാരുടെ അടുക്കൽ പോയിട്ട് അവർ പറയുന്ന അമലുകൾ ചെയ്താലും അതൊരിക്കലും ബാത്തിലാകാൻ പോകുന്നില്ല. ആദ്യമായിട്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമ്മുടെ സിഹർ ബാത്തിലാകുന്നില്ല? സിഹർ എന്നുള്ള സംഭവം കൃത്യമാണ്, വ്യക്തമാണ്, സത്യമാണ്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് ഹഖാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങൾക്ക് അത് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നാം ഒരുപാട് വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട്. പൈശാചിക പ്രശ്നങ്ങളില്ല, അങ്ങനെ സംഭവിക്കൂല, അതൊക്കെ ഒരു ചില ആളുകൾ പറയണമെന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് ആളുകൾ പൈശാചിക ബാധയേറ്റ് അവർ വിളിച്ചു പറയുന്നതൊക്കെ എനിക്ക് തന്നെ നേരിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പോയ പല സ്ഥലങ്ങളിൽ നിന്നും ശക്തമായ രൂപത്തിൽ പിശാച് ബാധയേറ്റിട്ട് കൃത്യമായി അവർ അട്ടഹസിക്കുന്നതും അവർ വിളിച്ചു പറയുന്നതും അവർ ആ പൈശാചിക ബാധയേറ്റ ആ സമയത്ത് അവർ ഇളകുന്ന സമയത്ത് അവർ വിളിച്ചു പറയുന്നതൊക്കെ കേട്ട അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അത് ഓരോ കുടുംബങ്ങളിൽ ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവരെ കുടുംബങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വസിക്കൂല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. എന്നാൽ എനിക്ക് തന്നെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പാരൻസ് ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരനുഭവിക്കുന്ന ആ പൈശാചിക പ്രശ്നങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അവർ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇളകുന്നതിന്റെ വീഡിയോസ് അയച്ചു തന്നിട്ട് ഉസ്താദേ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് എനിക്ക് അറിയിച്ചു തന്നവരുണ്ട്. അങ്ങനെ ഇത്തരം വിഷയങ്ങളുമായിട്ട് സ്ഥിരമായി പ്രയാസപ്പെടുന്നവർക്കറിയാം അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ ആകെ ഒരു ആശയം എന്ന് പറയുന്നത്, ഇത്തരമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിശുദ്ധ ഖുർആൻ കൊണ്ട് ബാത്തിലാകാത്ത, അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞ അമലുകളെ കൊണ്ട് ബാത്തിലാകാത്ത ഒരു പ്രശ്നവുമില്ല. എന്നിട്ടും നമ്മൾ എത്ര ചെയ്യുന്നു, 41 ദിവസമുള്ള അമലുകൾ കൊടുക്കപ്പെടുന്നു, അത് ചെയ്യുന്നു, ചെയ്തിട്ട് ബാത്തിലാകുന്നില്ല എന്ന് പറയുന്നു. പലരും നമ്മോട് പറയുന്നു ഉസ്താദ് ഇനി പോകാൻ സ്ഥലമില്ലാന്ന്. അവര് കേരളത്തിന്റെ ഒരു തല മുതൽ അങ്ങേയറ്റം വരെ എല്ലാ ആളുകളുടെ അടുക്കലും പോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് പോയിട്ട് അവര് അതെല്ലാം കൃത്യമായി അതിനുള്ള ക്യാഷ് എത്രയോ ചെലവഴിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ചവർ വരെ നമ്മോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ അമല് ചെയ്തിട്ട് ശരിയാകുന്നില്ല. ഇത് ചെലവാക്കുന്നതിനൊരു ലിമിറ്റില്ലേ? ഇപ്പൊ ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാകും. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ, നിങ്ങൾ ഇത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താതെ നിങ്ങൾ എന്ത് അമല് ചെയ്തിട്ടും കാര്യമില്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് അതിനെ ബാത്തിലാക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് അതിന് ശിഫാഇന്റെ പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവില്ല. പല പ്രവാസികളും എന്നോട് വളരെ പ്രയാസത്തോടുകൂടെ എൻ്റെ ഈ വാട്സപ്പിൽ ഞാൻ പറഞ്ഞല്ലോ 6000-ലധികം മെസ്സേജുകൾ വന്ന് കിടക്കുക. അതിൽ ഞാൻ പ്രവാസികളുടെ മെസ്സേജ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. കാരണം അവര് പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് ജീവിതം പോറ്റാൻ വേണ്ടി പുറപ്പെട്ടവരാണ്. അവര് പ്രവാസ ലോകത്താണുള്ളത്. അവർക്ക് എന്തെങ്കിലും നമ്മൾ കാരണമായിട്ട് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കുകയാണെങ്കിൽ അത് ലഭിച്ചോട്ടെ. അവരുടെ ഡ്യൂട്ടികൾക്കിടയിൽ ക്ഷീണത്തിനിടയിൽ അയക്കുന്ന മെസ്സേജാണെന്ന് മനസ്സിലാക്കി ഞാൻ അത്തരം ഗൾഫ് കൺട്രീസിലെ കോഡുകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മെസ്സേജിന് റീപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ പ്രവാസികളോടൊക്കെ ഓർമ്മപ്പെടുത്താറുള്ളത്, പല പ്രവാസികളും അവരുടെ ജോബ് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടൊക്കെ അവർ CV കൊടുത്ത് ആ
അത്തരം വിഷയങ്ങളൊക്കെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം നന്നായി ലഭിക്കുന്ന സാഹചര്യങ്ങൾ, അവസരങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ ഒരു നിലക്കും ഹറാം നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണരുത്. അശ്ലീലത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കും. പക്ഷെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല. സമയം ധാരാളമായി ലഭിക്കുമ്പോൾ, അതിനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ അത്തരം തെറ്റുകളിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ഷീണങ്ങൾക്കിടയിലാണെങ്കിലും 5 വഖത്ത് നിസ്കാരം, സുബ്ഹി ഉൾപ്പെടെ ഒന്നും ഖളാ ആക്കരുത് എന്ന് ഞാൻ എന്നോട് കോണ്ടാക്ട് ചെയ്യുന്ന പ്രവാസികളോടൊക്കെ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന അമലുകളൊന്നും ഫലിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. ഏതു അമലാണെങ്കിലും ആ അമല് ഫലിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ നാം അതിന് കൃത്യമായി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഫലിക്കുകയില്ല. ഒരാള്, ഒരു സയ്യിദ്, ഒരു തങ്ങള്, അല്ലെങ്കിൽ ഒരു ആലിമ്, ആ ആലിമും സയ്യിദും ആ തങ്ങളൊക്കെ ആയിട്ടുള്ള ആള് ഒരു ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ മന്ത്രം മാത്രം മതി. ഏത് കൊടിയ സിഹറും ഏത് ശൈത്വാനിന്റെ പ്രശ്നങ്ങളും അതോടുകൂടെ ബാത്തിലാകും. അത് ഏത് രൂപത്തിലുള്ളതായിരിക്കണം, അത് ആ രൂപത്തിൽ ജീവിതം ക്രമീകരിച്ച ആളായിരിക്കണം. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ, ചിലപ്പോൾ ചില ആളുകളൊക്കെ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ ഇതിൻ്റെ ഇടയിൽ കാട്ടിക്കൂട്ടും. അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കുറേ അമലുകളും കുറേ സംഭവങ്ങളും കുറേ സംഗതികളൊക്കെ വെച്ച് അങ്ങോട്ടടിക്കലും ഇങ്ങോട്ടടിക്കലും, അങ്ങനെ അത് കീറലും അത് മടക്കലും ചുരുട്ടലും, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിന് നല്ല എക്സ്പെൻസും ചെലവാക്കിയിട്ടുണ്ടാകും. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലവും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സയ്യിദിന്റെ അടുക്കലൊന്ന് പോയി നിങ്ങളൊന്ന് വിഷയങ്ങൾ പറഞ്ഞ് അവർ പറയണത് ഷിഫായിക്കോളെന്ന് പറയണേ, ആ ഒരു നാക്ക് അത് പൊന്നാകുന്നത്, ആ നാക്ക് അത് ഫലിക്കുന്നത് അതാ ചില ആലിമീങ്ങളുടെയും ചില സയ്യിദന്മാരുടെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ചില സൗഭാഗ്യങ്ങളുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യണം. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടത് മഹാന്മാർ കിതാബിൽ പറഞ്ഞ ആ ഇബാറത്ത് അതേപോലെ ഞാൻ വായിച്ചു തരാം. അതിൽ ഒന്നാമത്തത് അൽ മുഹാഫളത്തു അലാ ജമീഇൽ ഫറാഇളി വൽ വാജിബാത്ത്. ഇത് ചെയ്യുന്ന ആളുകള്, ഇത് പ്രവർത്തിക്കുന്ന ആളുകള് സകല ഫർളുകളും വാജിബുകളും പൂർണ്ണമായും അവർ മുഹാഫളത്ത് ചെയ്യുന്നവരായിരിക്കണം. എല്ലാ വാജിബാത്തുകളും എടുക്കുന്നവരായിരിക്കണം. ഇപ്പൊ ഞാൻ 41 ദിവസത്തെ ഒരു അമല്, അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂലല്ലോ 41 ദിവസം എന്ന് പറയുമ്പോൾ. അപ്പൊ 41 ദിവസത്തെ ഒരു അമല് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ ഈ അമല് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് വല്ല ഫിലിമോ മറ്റോ കാണാൻ വേണ്ടി പോയി, സിനിമക്ക് പോയി തിരിച്ചു വരുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കൂടിയിട്ട് മദ്യപിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് അതിനുശേഷമാണ് നിങ്ങളിത് ഈ അമല് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ളുഹ്റും അസ്റും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ മഗ്രിബിന് ശേഷം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല, അസ്ർ നിസ്കരിച്ചിട്ടില്ല, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന അമല് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തി തന്നെ തെറ്റാണ്. കാരണം നമ്മുടെ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രപരമായിട്ട് നമ്മുടെ മദ്ഹബ് പ്രകാരം നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരാൾക്കൊരു ഫർളായ നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അവൻ അത്യാവശ്യം ജീവിതം നിലനിർത്താനുള്ള ജോലി, അതേപോലെ തന്നെ അവൻ്റെ ബാത്റൂം ആവശ്യങ്ങള്, ഇത്തരം ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടില്ല എല്ലാ സമയവും അവൻ ആ ഖളാ ആയ നിസ്കാരം അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ മാറ്റിവെക്കേണ്ടത്. ബാക്കിയുള്ള ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോ ഹറാമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കിപ്പോൾ ളുഹ്റും അസ്റും ഖളാ ഉണ്ടെന്ന് സങ്കല്പിക്കാം. എന്നാൽ ഞാൻ ളുഹ്റും അസ്റും ഖളാ ആക്കി അത് ഖളാ വീട്ടി നിസ്കരിക്കാതെ ഞാൻ വേറെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കണം, എന്നാൽ എഴുതൽ ഹറാമാണ്.
ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ഒരാവശ്യവുമില്ലാതെ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവുകയാണ്, എന്നാൽ അത് ആ പ്രവൃത്തി ഹറാമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടിട്ടില്ലേ, ഫർള് നിസ്കാരം ഖളാ ഉള്ളവര് സുന്നത്ത് നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കരുത്, അത് ഹറാമാണെന്ന് പറയാറില്ലേ. അത് സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രമല്ല, ഫർള് നിസ്കാരങ്ങള് ഖളാ ഉള്ള ആളുകള് സുന്നത്ത് നിസ്കാരം അവർക്ക് ഹറാമായതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹറാമാണ്. ആ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആ സമയവും അവൻ ഏതിനാണ് മാറ്റിവെക്കേണ്ടത്? ആ ഖളാ ആയ ഫർള് നിസ്കാരം അത് വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിവെക്കേണ്ടത്. അപ്പൊ എല്ലാവരും അത് മനസ്സിലാക്കുന്നത്, ആ ഫർള് നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്, അപ്പൊ തറാവീഹ് നിസ്കരിക്കണ്ട. അപ്പൊ തറാവീഹ് നിസ്കരിക്കാതെ അവിടെ എവിടെയും പോയിട്ട് വർത്താനം പറഞ്ഞിരിക്കുക, അത് അതിനേക്കാളും വലിയ തെറ്റാണ്. കാരണം ഈ സുന്നത്ത് നിസ്കരിക്കണ്ട എന്ന് പറയുന്നത്, ഈ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണെന്ന് പറയുന്നത്, ഈ സുന്നത്ത് നിസ്കരിക്കുന്ന സമയം പോലും ഏതിനു വേണ്ടിയാണ് മാറ്റിവെക്കേണ്ടത് എന്ന അർത്ഥത്തിലാണ്. ആ ഫർള് നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടിയാണ് മാറ്റിവെക്കേണ്ടത് എന്ന അർത്ഥത്തിലാണ്. അത് മനസ്സിലാക്കാതെ ചില ആളുകൾ പള്ളിയിലേക്ക് ഇങ്ങ് വരും, എന്നിട്ട് അല്ലാ എനിക്ക് ഫർള് നിസ്കാരം ഖളാ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നില്ല, അത് ഹറാമാണ് എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ട് കൂട്ടുകാരോടൊപ്പം വർത്തമാനം പറഞ്ഞിരിക്കുന്ന ശൈലി, അത് അതിനേക്കാളും വലിയ തെറ്റാണ്. അതേപോലെ ഈ അൽ മുഹാഫളത്തു അലാ ജമീഇൽ ഫറാഇദി വൽ വാജിബാത്ത്, വാജിബുകളും ഫർളുകളും കൃത്യമായി അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കണം. എന്നിട്ട് ഈ അമലുകൾ ചെയ്യണം, എന്നാൽ മാത്രമേ ഫലിക്കൂ, അല്ലാതെ അത് ഫലിക്കത്തില്ല, ഒരു കാരണവശാലും ഫലിക്കൂല. ഇനി നിങ്ങൾ പറയാം, നിങ്ങളുടെ മനസ്സിന്റെ നെഞ്ചത്ത് കൈവച്ച് പറയാം, നിങ്ങൾ ഇത്രയും അമലുകൾ ചെയ്തിട്ട് അതൊന്നും ഫലിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ റബ്ബല്ലേ ഇത് ഫലിപ്പിക്കുന്നത്? ആ റബ്ബ് പറഞ്ഞ കാര്യങ്ങള് നമ്മൾ അനുസരിക്കാതെ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാല് ആ റബ്ബ് അതിൽ ഇടപെടുവോ? അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എത്ര അശ്ലീലതയുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ എത്ര മലീമസമാണ്, അതിനനുസരിച്ചല്ലേ അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ വാജിബായ കാര്യങ്ങള്, ഫർളായ കാര്യങ്ങള് കൃത്യമായി അത് നാം ഫോളോ ചെയ്ത് കൊണ്ടുപോവുക. ചില ആളുകൾ വലിയ കടബാധ്യതയുണ്ടായിട്ട് നമ്മോട് വിഷയങ്ങൾ പറയും. അപ്പോൾ നമ്മൾ അവരുടെ വിഷയങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പല വിഷയങ്ങളിൽ നമ്മൾ നോക്കിയപ്പോൾ ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. അന്യരുടെ ഹക്ക് കയ്യിലുണ്ട് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ എനിക്ക് അവരുടെ കയ്യിൽ അന്യരുടെ ഹക്ക് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു അന്യരുടെ മുതൽ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടോ? അപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ രൂപങ്ങളൊന്നും കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ അവര് അതെങ്ങനെങ്കിലും വീട്ടാൻ വേണ്ടി ശ്രമിക്കണം. അത് വീട്ടാൻ വേണ്ടി ശ്രമിക്കാതെ ഇവരിവിടുന്ന് എത്ര കടങ്ങൾ വീടാനുള്ള അമല് ചെയ്തിട്ടും അത് വീട്ടാനുള്ള ഒരു വഴി റബ്ബ് തുറന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവനെ സങ്കടപ്പെടുത്തിയ ആളവനെ അവനെ സമാധാനിപ്പിക്കണ്ടേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അപ്പൊ ഫർളായ കാര്യങ്ങൾ പൂർണ്ണമായും, അപ്പോ നാം ചെയ്യുന്ന അമലുകൾ അത് ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ ഗൗരവമുള്ള രണ്ടു കാര്യങ്ങളിൽ ഒന്നാമത്തേത് അൽ മുഹാഫളത്തു അലാ ജമീഇൽ ഫറാഇദി വൽ വാജിബാത്ത്. വാജിബുകള്, ഫർളുകള് ഇവ പൂർണ്ണമായും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ അവൻ ഒരു അമലും ചെയ്തിട്ട് കാര്യമില്ല. അത് എത്ര ഫലമുള്ള അമലാണെന്ന് പറഞ്ഞ് ഏതാള് പറഞ്ഞ് ചെയ്താലും അതുകൊണ്ട് കാര്യമില്ല. അത് കൃത്യമായി, അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ആളുകളുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ നല്ല നിയ്യത്തിലിരിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കൂല, ഞാൻ വാജിബാത്തുകൾ മുഴുവനും ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് നിർവഹിക്കും, ഞാൻ ഒറ്റ ഫർളും എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കിയില്ല. ശേഷം പറയാൻ പോകുന്ന രണ്ടാമത്തെ കാരണം, അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു നല്ലൊരു ആലിമിന്റെ അടുക്കലോ ഒരു സയ്യിദിന്റെ അടുക്കലോ പോയിട്ട് ഇത്തരം വിഷയങ്ങൾ ബാത്തിലാക്കാൻ വേണ്ടിയിരുന്ന് അത് ബാത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ച് നമ്മളുടെ അടുത്തൊക്കെ വരുന്ന ആളുകളോട് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും, ഇതോടുകൂടെ നിങ്ങളെ ഈ സിഹർ ഇവിടുന്ന് ബാത്തിലാക്കുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മുതൽ 5 വഖ്ത് നിസ്കാരം ഖളാ ആക്കില്ല എന്ന് എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിയ്യത്ത് ചെയ്യണം. നമ്മളത് പറയും. അത് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് പറഞ്ഞിരുന്ന അമല് ഫലിക്കണ്ടേ? അത് തിരിച്ചു വീണ്ടും വരരുതല്ലോ. അപ്പൊ നിങ്ങൾ ശക്തമായൊരു കാവലിന്റെ ആളായി മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരം മുഹാഫളത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വേണം. രണ്ടാമത്തേത് വലിബിത്തിആദു അൻ ജമീഇൽ മുഹറമാത്ത്, ഹറാമായ മുഴുവൻ കാര്യങ്ങളെ തൊട്ടും അകന്നു നിൽക്കാൻ സാധിക്കണം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു.
ഒന്ന് വാജിബാത്തുകളും ഫർളുകളും ജീവിതത്തിൽ നന്നായി അത് മുഹാഫളത്ത് ചെയ്യണം, അത് പകർത്തണം. ഒരൊറ്റ നിസ്കാരവും ഖളാ ഉണ്ടാകരുത്. എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ അങ്ങനെ അഹങ്കാരം പറയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കെൻ്റെ നിസ്കാരം ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ നിസ്കാരം ഒഴിവായി പോയത് എനിക്ക് ഓർമ്മയില്ല. എനിക്കങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല എന്നെനിക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ എടുത്തു നോക്കും. ഓരോരുത്തരും അവനവൻ്റെ നെഞ്ചത്ത് കൈവച്ചാലോചിച്ച് നോക്കും. നമ്മുടെ നിസ്കാരം ഇന്ന് എത്ര നിസ്കാരം ഖളായി, എത്ര നിസ്കാരം സമയത്തിന് നിസ്കരിച്ചു? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, സത്യം പറയുന്ന സഹോദരിമാരാണെങ്കിൽ ഈ നിമിഷം തന്നെ ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, അത് മാറ്റാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ളുഹർ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ആ ളുഹർ നിസ്കാരം അസ്ർ വാങ്ങിക്കൊടുക്കുന്നതിനോട് തൊട്ട് മുമ്പായിട്ട് നിസ്കരിച്ച് ആ ഒരു നിസ്കാര കുപ്പായത്തിലും ആ പായയിലും ഇരുന്ന് അസ്റും ളുഹറും കൂടെ ഒരുമിച്ച് നിസ്കരിക്കുന്ന ഒരു ശൈലിയുള്ളവരാണോ നിങ്ങൾ? അതായത് ളുഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ സമയത്തേക്കാണ് നിങ്ങൾ നിസ്കരിക്കാൻ ഇരിക്കുക. ളുഹർ നിസ്കാരം കഴിഞ്ഞ ആ സമയത്ത് തന്നെ അസ്ർ വാങ്ങിക്കൊടുക്കും. അപ്പൊ അവിടെ തന്നെ ഇരുന്ന് വേഗം അസ്ർ നിസ്കരിച്ച് അങ്ങനെ ആ മുസല്ലയും നിസ്കാരപ്പായും അടക്കി വെക്കുന്ന ഒരു ശീലമാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അത് ജീവിതത്തിൽ പകർത്തുന്നവരാണെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതശൈലി മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഏതു തിരക്കുണ്ടെങ്കിലും എത്ര മക്കളെ നോക്കാനുണ്ടെങ്കിലും അങ്ങനെയാണോ നിങ്ങളുടെ ശൈലിയെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, മാറ്റിവെക്കാൻ തയ്യാറായവർ ഇവിടെ എഴുതി അറിയിക്കുക. ഏതു തിരക്കിനിടയിലും അവ്വൽ വഖ്തിൽ നിസ്കരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് എഴുതി അറിയിക്കുക. ഒരു അഭിമാനവും നഷ്ടപ്പെടാനില്ല. അള്ളാഹുവിനോട് അവനോടുള്ള സ്നേഹത്തിന്റെ ഒരു പുതുക്കലാണത്. ആ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ കാരണമാകും. ആ നിയ്യത്ത് നിങ്ങൾ എടുക്കുക. രണ്ടാമത്തേത്, ഈ അമലുകൾ ചെയ്യുന്ന അമലുകളൊക്കെ ഫലിക്കണമെങ്കിൽ നല്ല നല്ല ഹറാമിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി നിൽക്കാൻ തയ്യാറാകണം. എന്നിട്ട് അമല് ചെയ്യണം. ഇവന് നമ്മൾ 21 ദിവസത്തിന് അമല് കൊടുത്തു, 7 ദിവസത്തിന് ഒരു അമല് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഒരുപാട് മഹാന്മാർക്ക് ചെയ്തിട്ട് അതിന് ഫലമുണ്ടായി. എന്നാൽ നിങ്ങൾ ചെയ്തിട്ട് ഫലമുണ്ടാകുന്നില്ലേ? നിങ്ങൾ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ഈ അമല് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നത്. ഈ അമല് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ അശ്ലീലതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വേണ്ടാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ അമല് കൊണ്ടൊരു ഫലവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഹറാമിൽ നിന്ന് അകന്നു നിൽക്കാം. സകല ദോഷങ്ങളെ തൊട്ടും തൗബ ചെയ്യാം. അതിന് കൂടുതൽ ആവശ്യങ്ങളൊന്നുമില്ല. സകല ദോഷങ്ങളെ കൊണ്ടും തൗബ ചെയ്യാം. അതേപോലെ തന്നെ സാധാരണ ചൊല്ലി വരാറുള്ള അദ്കാറുകള്, ദുആകള്, കാവലുകള്, ഇതൊക്കെ എപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നല്ല കാവല് ചോദിക്കണം. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ എപ്പോഴും കാവല് ചോദിക്കാറുണ്ടായിരുന്നു. ആരാണ് ഈ മുത്തുനബി തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാന് പൈശാചിക ബാധയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എല്ലാ മനുഷ്യർക്കും 2 ആളുകൾ ഉണ്ടാകും. ഒന്ന് ദുർബോധനം ചെയ്യാനുള്ള ആളുകളും ഒന്ന് നല്ലത് പറയാനുള്ള ആളുകളും. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ദുർബോധനം ചെയ്യാനുള്ള ആ ആളെ കൊണ്ട് അള്ളാഹു സഹായം നൽകി, ആ ആളെ മുസ്ലിമാക്കി. അതുകൊണ്ട് നബി തങ്ങൾക്ക് ദുർബോധനം ചെയ്യാൻ ഒരാളില്ല. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ കാവല് ചോദിക്കാറുണ്ടായിരുന്നു ശൈത്വാന്റെ ശർറുകളെ തൊട്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം ചോദിക്കണം എന്നല്ല, അവിടുത്തെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സ്വഹാബികളോട് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തഅവ്വദൂ ബില്ലാഹി അൻ ജഹിദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അദാ. ഇങ്ങനെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നിങ്ങൾ ഡെയിലി അള്ളാഹുവിനോട് കാവല് ചോദിക്കണമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇന്റെ പതിവായ ദുആകളിൽപ്പെട്ടതാണ് കാവൽ തേടിയിട്ടുള്ള ദുആകൾ എന്ന് ഹദീസുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ, നമ്മുടെ ജീവിതത്തിൽ 4 കാര്യങ്ങൾ പകർത്താതെ നിങ്ങൾ ചെയ്യുന്ന അമലുകളൊന്നും ഫലിക്കുകയില്ല. അതെവിടെ പോയാലും ഫലിക്കാനും പോകുന്നില്ല.
അതങ്ങനെയാണ്. ആ 4 കാര്യങ്ങൾ, ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും, എന്നാൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള 4 കാര്യങ്ങൾ: അൽ മുഹാഫളത്തു അലാ ജമീഇൽ ഫറാഇലി വൽ വാജിബാത്ത്, ഫർളുകളും വാജിബാത്തുകളും പൂർണ്ണമായി അത് ജീവിതത്തിൽ അത് മുഹാഫളത്ത് സൂക്ഷിച്ചുകൊണ്ട് നടക്കുക. അത് ഒരു നിലക്കും എന്തെങ്കിലും ഫർള് നിസ്കരിക്കുക, ഓനെ ഇടക്ക് നിസ്കരിക്കുന്നതിന് ഇടക്ക് ഒഴിവാക്കുക, അപ്പൊ മുഹാഫളത്ത് പോയി. മുഹാഫളത്ത് എന്ന് പറഞ്ഞാല് ഡെയിലി കൃത്യമായി ഒരു ദിവസം ഒഴിവാക്കാതെ കൊണ്ടുവരുന്നതിനാണ് മുഹാഫളത്ത് എന്ന് പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം അവനിപ്പോ ഇങ്ങനെ ഒരു 2-3 ആഴ്ചക്ക് ഇങ്ങനെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ലീവിന് വീട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ഒരു അലംഭാവം കാണിക്കുന്നുണ്ട്. എന്നാൽ മുഹാഫളത്ത് ചെയ്യുന്ന ആളെന്ന് പറയൂല. അപ്പൊ മുഹാഫളത്ത് ചെയ്യാം. അതേപോലെ തന്നെ ഹറാമിനെ തൊട്ട് പൂർണ്ണമായും പിന്മാറുക. അങ്ങനെ നിങ്ങൾ അമല് ചെയ്യേ. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് പ്രയാസപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ചെയ്യാനെന്താ, ഇനി നല്ല നീയത്തെടുക്കുക. റബ്ബിനത് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ നല്ല നീയത്തെടുക്കുമ്പോൾ, ഇത്രയും നാളതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇനി ഞാനത് ശ്രദ്ധിക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ നല്ല നീയത്തെടുക്കാൻ തയ്യാറാണോ? എന്നാൽ റബ്ബിനത് ഇഷ്ടമാണ്. ആ നീയത്തനുസരിച്ച് പരമാവധി, ഫസ്റ്റൊക്കെ ചിലപ്പോൾ ട്രാക്ക് ഒന്ന് തെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ ട്രാക്ക് തെറ്റാതെ പരമാവധി നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ ഫലം ലഭിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എല്ലാവരും, എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.